വാചക ഭീകരന്മാർക്കായി ഒരു പോരാട്ടവേദി. ഇന്ത്യൻ കോപ്പിറൈറ്റ് നേടിയ മലയാളത്തിലെ ആദ്യത്തെ ടെലിവിഷൻ ഷോ. ഹായ് സുഹൃത്തുക്കളെ, പ്രസംഗ പുങ്കവന്മാരുടെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീട്ടിലിരുന്ന് കുടുംബാംഗങ്ങളുമായി ഒത്തുകളിക്കാൻ ഒരു പുതിയ പരിപാടി. ഒരു നിമിഷം. കേരളത്തിൽ ഏറ്റവും നല്ല പ്രസംഗകരെ കണ്ടെത്തുന്ന ഒരു പരിപാടിയാണിത്. അതിനുപരി പ്രസംഗത്തോടൊപ്പം മേമ്പൊടിയായിട്ട് നല്ല ഫലിതവും നിങ്ങൾക്ക് ലഭിക്കും. വലിയൊരു ജനാവലി അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, എവിടെ പിടിക്കണം, എന്താണ് അതിന്റെ തന്ത്രം എന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ പരിപാടി ഉപകരിക്കും. അതിനെല്ലാം ഉപരി നിങ്ങളുടെ പ്രസംഗ പാഠം ഒന്ന് പരിശോധിക്കണമെങ്കിൽ വീട്ടിൽ ഇരുന്ന് സംഘടിപ്പിച്ചോളൂ. ഒരു നിമിഷം. നിങ്ങൾക്കറിയാം, ഒരു മിനിറ്റും സംസാരിച്ച് നിൽക്കുന്നതാണ് ഈ പരിപാടിയുടെ കാതൽ. അതായത് 60 സെക്കൻഡ് സംസാരിച്ച് നിൽക്കണം. വെറുതെ സംസാരിച്ച് നിന്നാൽ പോരാ. 5 നിയമങ്ങളുണ്ട്. വാക്കുകൾ ആവർത്തിക്കരുത്, വ്യാകരണപ്പിഴവ് പാടില്ല, മറ്റുള്ള ഭാഷകളിൽ നിന്ന് ഉദ്ധരണികൾ പാടില്ല, വാക്കുകൾക്കിടയിൽ ഇടവേള പാടില്ല. അതിനെല്ലാം ഉപരി വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. കൊടുത്ത വിഷയത്തിന് മേൽ 1 മിനിറ്റും സംസാരിച്ച് നിൽക്കുന്നയാൾ പ്രധാന വാഗ്മിയായി മാറും ഈ പരിപാടി. അപ്പം നമ്മൾ പയറ്റ് ആരംഭിക്കുകയാണ്. ഇത് ശരിക്കും ഒരു കളരിയാകണം. ഇനി അംഗം വെട്ടാനെത്തിയിരിക്കുന്ന മത്സരാർത്ഥികളുടെ ഊഴം. തൃശ്ശൂർന്ന് സാവിയോ വിൽസൺ. നമസ്കാരം, എൻ്റെ പേര് സാവിയോ വിൽസൺ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനവും പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലെ പറപ്പൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. നമ്മുടെ അപ്പൻ ഗഡിമോൻ ചെറിയ കൃഷിപ്പണിയും ഒക്കെ ആയിട്ട് നീങ്ങണ്. നമുക്കൊരു അമ്മയാണുള്ളത്, ആള് വീട്ടുപണി. നമ്മുടെ അപ്പനമ്മയ്ക്കും കൂടി ആകപ്പാടുള്ള ഒരു മൂത്തമ്മ ഞാനാണ്. അനിയൊരാളുണ്ട്, അവൻ യന്ത്രശാസ്ത്രത്തിലെ 3ാം വർഷ വിദ്യാർത്ഥി. ഞാൻ അതേ ശാസ്ത്രത്തിൽ തന്നെ 4ാം വർഷ വിദ്യാർത്ഥി. ഇനി മലപ്പുറത്തുനിന്ന് ജസ്ല മാടശ്ശേരി. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ജസ്ല മാടശ്ശേരി. ഒരുപാട് ചീത്തപ്പേരുകളെയും അതുപോലെ തന്നെ യാത്രയെയും ഒക്കെ പ്രണയിക്കുന്ന ഒരു മാലാഖക്കുട്ടിയാണ് ഞാൻ. മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ മലപ്പുറത്തിന്റെ മണ്ണിൽ ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണുണ്ട്, മഞ്ചേരി. അവിടെ വളരെ സ്നേഹസമ്പന്നരും സാധാരണക്കാരുമായ ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും ഒരു ഇത്താത്തക്കും അനിയനും ഉള്ള ഒരേ ഒരു മുത്തുമണി. സത്യത്തിൽ വളരെ പാവം കുട്ടിയാണ്. പക്ഷേ ആ സത്യം, ആ വാസ്തവം മറ്റാർക്കും അറിയില്ല എന്നുള്ളത് ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തണം എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് വന്നത്. ആംഗലേയ സാഹിത്യത്തോടൊപ്പം മാധ്യമ പ്രവർത്തനത്തിലും ബിരുദം നേടിയ വിദ്യാർത്ഥിനി. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നു. ഇനി ആലപ്പുഴയിൽ നിന്ന് ജെബിൽ കെ ജോസ്. നമസ്കാരം. കിഴക്കിന്റെ വെന്നീസായ ആലപ്പുഴയുടെ ഓരത്ത് കുട്ടനാട് താലൂക്കിൽ പടയണി ഗ്രാമമായ നീലമ്പേരൂരിൽ നിന്നും ജോസ് എന്ന അധ്യാപകന്റെയും ആൻസമ്മ എന്ന വീട്ടമ്മയുടെയും 3 മക്കളിൽ 3ാമൻ ഞാൻ ജെബിൻ കെ ജോസ്. പപ്പ ഇപ്പോൾ റിട്ടയർഡ് ചെയ്തു. ഇപ്പോൾ ദീപിക ദിനപത്രത്തിൽ ജോലി ചെയ്യുന്നു. അമ്മ വീട്ടമ്മയാണ്. 2 ചേട്ടന്മാർ ജസ്റ്റിൻ, ജെറിൻ, 2 പേർക്കും ജോലിയായി. കുറച്ച് പഠനവും കൂടുതൽ രാഷ്ട്രീയ ചിന്തകളുമൊക്കെയായി കലാലയ മുത്തച്ഛിയായ SB കോളേജിൽ മാധ്യമപ്രവർത്തനവും ആംഗലേയ ഭാഷയും ഒരുമിച്ച് അഭ്യസിക്കുന്ന ബിരുദ വിഷയത്തിൽ 3ാം വർഷത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സംസാരിച്ചു തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ കരുത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആവണക്കണെന്ന് കുടിച്ചിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇനി കൊല്ലത്ത് നിന്ന് നൗഫൽ എൻ. നമസ്കാരം. പറയത്തക്ക സവിശേഷതകളും മേന്മകളുമൊന്നും അവകാശപ്പെടാനില്ലാത്ത പ്രാരാബ്ദങ്ങളിലും പ്രതിസന്ധികളിലും നട്ടം തിരിയുന്ന ഒരു സാധാരണ ഇന്ത്യൻ പൗരനാണ് ഞാൻ. പേര് നൗഫൽ. കൊല്ലമാണ് സ്വദേശം. കവിതയായി സ്വയം വളർന്ന ONV കുറുപ്പിൻ്റെയും വാക്കുകളുടെ കൊടുങ്കാറ്റായി മാറിയ പ്രിയപ്പെട്ട കാതികൻ സാംബശിവൻ്റെയും നാട്ടിൽ നിന്ന് വരുന്നു. അച്ഛൻ നൌഷാദ്, അമ്മ ഷെയ്ല. കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് ബിരുദാനന്ദ ബിരുദം കഴിഞ്ഞു. ഇപ്പോൾ ഗവേഷക മേധാവിയെ തിരക്കി നടക്കുന്നു. ഇനി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് അനുശ്രുതി SS. നമസ്കാരം. പൈതൃകങ്ങളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ മാർത്താണ്ഡവർമ്മയും ശ്രീചിത്തിര തിരുനാളും കീർത്തിയാർജിച്ച സ്ത്രീകളുടെ ശബരിമല എന്ന തലക്കെട്ട് നേടിയ അനന്തൻ മനസ്സിൽ നിധി സൂക്ഷിക്കും പോലെ മനസ്സ് നിറയെ നന്മയുടെ നിധി സൂക്ഷിക്കുന്ന ഒരു പറ്റം ജനങ്ങളുള്ള 14 ജില്ലകളുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നിലമണിഞ്ഞ വഴികൾക്ക് സാക്ഷിയായ നെയ്യാറിന്റെ മണ്ണ് നെയ്യാറ്റിൻകര. അതിലൊരു കൊച്ചു ഗ്രാമം മഞ്ചവിളാകം. 5 പേരടങ്ങുന്ന കൊച്ചു കുടുംബം.
കൂടെ ശ്രുതി ചേർന്നപ്പോൾ എനിക്ക് ലഭിച്ചു പേര് അനുശ്രുതി. 145 വർഷം പഴക്കമുള്ള തിരുവനന്തപുരം നിയമകലാലയത്തിലെ 2ാം വർഷ വിദ്യാർത്ഥിനി. അഭിനേത്രി, ചിത്രകാരി, അവതാരിക എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിലുപരി മനുഷ്യത്വം ഏറെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായി അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്നു. നന്ദി. താങ്ക് യു, നന്ദി. അപ്പോൾ ഇനി സച്ചിൻ ഷാജി ചിലമ്പിൽ, കാസർഗോഡ് നിന്ന്. നമസ്കാരം. 2013 നവംബർ 16 പച്ച മലയാളത്തെ കൃത്യമായി പറഞ്ഞാൽ 1189 വൃശ്ചികം 1 ഇന്ത്യ മുഴുവൻ കരഞ്ഞു. കാരണം ഭാരതത്തിലെ ഹിന്ദുവും ക്രിസ്തുവും മുസൽമാനും നിരീശ്വരവാദിയും പോലും ദൈവം എന്ന് വിളിക്കുന്ന ആ വ്യക്തി അന്ന് കളിക്കളം വിട്ടു. അന്നോളം മൈതാനങ്ങളിലും അതിനുശേഷം മനസ്സുകളിലും ഈ അടുത്ത കാലത്തെ ചലച്ചിത്ര കൊട്ടകകളിലും മുഴങ്ങിക്കേട്ട ആ നാമം. ഞാൻ സച്ചിൻ ഷാജി, കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് സ്വദേശി, ചിലമ്പിൽ സുനി ഷാജി ദമ്പതികളുടെ സീമന്തപുത്രൻ, ജ്യേഷ്ഠനേക്കാൾ ഉയരം കൂടുതലുള്ള കൊച്ചനുജൻ സഞ്ജയുടെ മൂത്ത സഹോദരൻ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് നിന്ന് പാലായിലേക്ക് പറിച്ചു നടപ്പെട്ടു. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കലാലയം പാലാ സെന്റ് തോമസ് കോളേജിലെ അവിടുത്തെ ഏറ്റവും മികച്ച വകുപ്പായ സാമ്പത്തിക ശാസ്ത്ര വകുപ്പിലെ 3ാം വർഷ വിദ്യാർത്ഥി. ഇപ്പോൾ കോളേജിന്റെ പരിസരത്ത് തന്നെ CR ഹോസ്റ്റലിൽ, ക്രിസ്തുരാജ് ഹോസ്റ്റലിൽ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊത്ത് സസുഖം താമസിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം. താങ്കൾക്ക് അവിടെ കൊതുകടി കൊള്ളാതെ കഴിയാൻ പറ്റുന്നുണ്ടല്ലോ. തീർച്ചയായും. വളരെ സന്തോഷം. താങ്ക് യു, താങ്ക് യു. അതാണ് ഏറ്റവും കലാലയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടതാണ്. ഒരു കൊതുകടിയും കൊള്ളാതെ തുടരട്ടെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളെയൊക്കെ എല്ലാവർക്കും പരിചയപ്പെട്ടു. നിങ്ങളെല്ലാം പുലികളാണെന്ന് ആളുകൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ പേരും കിട്ടിയിട്ടുണ്ട്, പ്രസംഗ പുങ്കവന്മാർ. നിങ്ങൾ വിചാരിക്കേണ്ടത് വല്ല അശ്ലീലം പോലെ ആർക്കെങ്കിലും തോന്നിയതിന്റെ അർത്ഥം പ്രസംഗ ശ്രേഷ്ഠന്മാരെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 2 പുങ്കവത്തികൾ. അവർ പുങ്കവന്മാരല്ലേ, പ്ലൂറൽ ഫോമിലല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ പ്രസംഗ പുങ്കവൻ, ശ്രേഷ്ഠൻ, അങ്ങനെയാണ് കേട്ടോ. നമ്മൾ നിങ്ങളെയൊക്കെ ഭാവിയിൽ നിങ്ങൾ നടന്നു ദേ പുങ്കവൻ പോന്നു, പുങ്കവൻ എന്ന ആൾക്കാർ പറയും. ഒരു പുങ്കവത്തിയും പോന്നെന്ന് പറയും അല്ലേ. നല്ല കാര്യമല്ലേ. അപ്പൊ ആദ്യത്തെ വിഷയം സംസാരിച്ചു തുടങ്ങേണ്ടത് ആലപ്പുഴയിലെ ജെബിൻ കെ ജോസ്. വളരെ സൂക്ഷിക്കണം. വിവാഹിതനാണോ? അല്ല. അവിവാഹിതർക്ക് അത്യുത്തമമായ ഒരു വിഷയമാണിത്. വിവാഹിതർക്ക് അതിലും ഉത്തമമാണ്. അപ്പോൾ എല്ലാവരും കേട്ടോളൂ. ഭാര്യാഗ്രഹം പരമസുഖം, ത്രിദിനം കഴിഞ്ഞാൽ പട്ടിക്ക് സമം. ഈ വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ അടുത്തുള്ള ചെല്ലപ്പൻ ചേട്ടനെ കുറിച്ചാണ്. കല്യാണം കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ വധുവുമൊത്ത് അവരുടെ വീട്ടിൽ താമസത്തിനായി പോയി. 3 ദിവസങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തിയ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം താങ്കൾക്ക് തുടരാം. ഇത്തരത്തിലുള്ള ഒരു വിഷയം തരുമ്പോൾ ലോക ചരിത്രത്തിന്റെയും ഇന്ത്യൻ ചരിത്രത്തിന്റെയും ഭാര്യാഗൃഹം പരമസുഖം, ത്രിദിനം കഴിഞ്ഞാൽ പട്ടിക്ക് സമം. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ പെണ്ണിന്റെ വീട് ആഹാ 3 ദിവസം കഴിഞ്ഞാൽ ഓഹോ. ഇതാണ് ഇന്ന് പല ഭർത്താക്കന്മാരും നേരിടുന്ന അവസ്ഥ എന്ന് കൂലങ്കക്ഷമാണ്. അവസ്ഥ ആവർത്തിച്ച് അവസ്ഥ എവിടെ ആവർത്തിച്ചു? ഭാര്യയുടെ അവസ്ഥ, ഭർത്താവിന്റെ അവസ്ഥ. ആ സാഹിത്യത്തിലുള്ള സംഭാവന കൊണ്ട് ഭാര്യാഗൃഹം പരമസുഖം, ത്രിദിനം കഴിഞ്ഞാൽ പട്ടിക്ക് സമം. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ പെണ്ണിന്റെ വീട് ആഹാ 3 ദിവസം കഴിഞ്ഞാൽ ഓഹോ. ഇതാണ് ഇന്ന് പല ഭർത്താക്കന്മാരും നേരിടുന്ന അവസ്ഥ എന്ന് കൂലങ്കക്ഷമാണ്. ആവർത്തിച്ചിട്ടില്ല. താങ്കൾക്ക് തുടരാം. ഇത് ഞാൻ ആദ്യമായി പറഞ്ഞു കേട്ടത് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ പത്നിയോട് ഞങ്ങൾ ഒരുമിച്ച് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന നേരത്താണ്. മഹാത്മാഗാന്ധി പറയുന്ന നേരത്ത് എന്താ കുഴപ്പം? അല്ല, അതിന് മുമ്പ് താങ്കൾ തുടരൂ. ആ കഥ കേൾക്കട്ടെ. ഇതേ കാര്യം മഹാത്മാഗാന്ധി കസ്തൂർബായെ കുറിച്ചും പറയുന്നത് പറയുന്നത് ആരാണ്? താങ്കൾ തുറന്നോളൂ. ഈ വിഷയത്തെക്കുറിച്ച് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശുദ്ധ അസംബന്ധമാണിത്. മുസ്ലിം പവർ എക്സ്ട്രയുടെ പരസ്യം ആരും കണ്ടിട്ടില്ല. മലയാളം പറയും. ഇസ്ലാമിക ശക്തിയുടെ അധികം. ഇസ്ലാമിക ശക്തിയുടെ അധികം. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ശ്രീകണ്ഠൻ നായർ ഒരു പേര് ഇട്ട് കഴിഞ്ഞാൽ വിവർത്തനം ചെയ്ത് കൈ തരുമല്ലോ. താങ്കൾക്ക് തുടരാം. അങ്ങേയറ്റം പുരുഷവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ്. പെണ്ണുമ്പിള്ളയെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യം ഈ ഭൂമിയിൽ ഒരാണിനുമില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഏത് വീട്ടിലാണെങ്കിലും വീടല്ല ഏതെന്നുള്ള വാക്കാണ് ആവർത്തിച്ചത്. ഏതൊരവസ്ഥയിലും അങ്ങനെയുള്ള അവസ്ഥ. താങ്കൾ തുടരൂ. ഈ വിഷയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് കേശവന് ദോശ തിന്നാമെന്ന ആഗ്രഹത്തെ കുറിച്ചാണ്. ഈ വിഷയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ 2 കുറിക്കണ്ട, 1 കുറിച്ചാ മതി. മതി. അപ്പൊ നമ്മൾ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു.
നമ്മളിനി മത്സരത്തിലേക്ക് കടക്കുകയാണ്. അംഗം വെട്ടാൻ കച്ചമുറുക്കിക്കോളൂ, തയ്യാറെടുത്തോളൂ. എല്ലാവരും റെഡിയാണല്ലോ? ഏവർക്കും സ്വാഗതം. ഇത് ഒരു നിമിഷം പവേർഡ് ബൈ KP പത്രോസ് വൈദ്യൻസ്, കണ്ണംകുളത്ത് ഡയലോഗ് ഫോർട്ട് ആൻഡ് AVT പ്രീമിയം ടീം. അപ്പോൾ യഥാർത്ഥ മത്സരം നമ്മൾ ഇവിടെ ആരംഭിക്കുന്നു. ഇനി നിങ്ങൾക്കറിയാം 5 നിയമങ്ങളുണ്ട്. അതുപോലെ തടസ്സവാദങ്ങൾ നിങ്ങൾ ഉന്നയിക്കണം. ഈ 5 നിയമങ്ങൾ ലംഘിക്കുന്നെങ്കിൽ തെറ്റായ 7 തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ഒരു സന്തോഷം കിട്ടും. 8ാമത്തെ തവണ അവർക്ക് പുറത്തിറങ്ങി പോകാം. അപ്പോൾ ഇനി നമ്മൾ ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. ആദ്യത്തെ റൗണ്ട് നിങ്ങൾക്കറിയാം സ്വയം പാരയാണ്. അതായത് സ്വന്തമായി കണ്ടുപിടിക്കുന്ന വിഷയം തന്നെ തനിക്ക് പാരയായി മാറുന്ന അപൂർവമായ കാഴ്ച. സംസാരിച്ച് തുടങ്ങേണ്ടത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന അനുശ്രുതി SS. മലയാള ഭാഷ ദ്രാവിഡ സംസ്കാരത്തിന്റെ പ്രതിബിംബവും നന്മയും അമ്മയുമായ എന്റെ മലയാളം. എഴുത്തച്ഛൻ തന്റെ സാർ, സാറിന് മലയാള ഭാഷ എന്റെ മലയാളം. അത് കുഴപ്പമില്ലല്ലോ. താങ്കളുടെ വിഷയം അതാണോ? മലയാള ഭാഷ. ഓക്കെ, തുടരൂ. അപ്പോൾ താങ്കൾക്ക് ഒരു നൈറ്റ് ഒരു തെറ്റായ തടസ്സവാദം ഉന്നയിച്ചു. നമ്പർ 1. ഓരോരുത്തർക്ക് ഓരോ ബഹുമതി ലഭിക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കണം. കൈയെടുത്തോളൂ. പുരാതന സംസ്കാരത്തിന്റെ പ്രതിബിംബമായ നന്മയും അമ്മയുമായ എന്റെ മലയാളം. എഴുത്തച്ഛൻ തന്റെ താളിയോലകളിൽ കുറിച്ചിട്ട 52 അക്ഷരങ്ങൾക്ക് ഇന്ന് അലങ്കാരം ശ്രേഷ്ഠ ഭാഷ ഭരണ പദവികൾ. എഴുത്തച്ഛൻ കുഞ്ഞൻ നമ്പ്യാർ. കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ ഓരത്ത് തായങ്കരി, തച്ചങ്കരി, രാമങ്കരി, കുന്നങ്കരി, പുതുക്കരി, മിത്രക്കരി, ചേർത്തിയാരി എന്നിങ്ങനെ 72 പരം കരി ചേരുന്ന കുട്ടനാട്, കുട്ടന്റെ നാട്. കുട്ടനാട് 3 തവണ കരി, കരി, പുത്തൻ. ഇപ്പൊ 2 തവണ കരി ആവർത്തിച്ചു. ആ കരി പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള 5 കരികൾ ചേർന്നാണ് എന്ന് പറഞ്ഞ് ആവർത്തിച്ചു. താങ്കൾക്ക് തുടരാം. ചെറുശ്ശേരി പൂന്താനം എഴുത്തച്ഛൻ, ആശാൻ ഉള്ളൂർ വള്ളത്തോൾ, MD വാസുദേവൻ നായർ, മാധവിക്കുട്ടി, സുഗതകുമാരി, KR മീര, അശ്രിത എന്നിങ്ങനെ പോകുന്നു പ്രതിഭകളുടെ ചരിത്രങ്ങൾ. കൃഷ്ണഗാഥ, മേഘസന്ദേശം, പൂതപ്പാട്ട്, വീണപ്പൂവ് എന്നിവയെല്ലാം നമുക്ക് സമ്മാനിച്ചത് ഈ മധുരമായ ഭാഷയിൽ നിന്നുമാണ്. തനിമയുടെ ഭാഷ ആവർത്തിച്ചു. അപ്പൊ താങ്കൾക്ക് തുടരാം. കണ്ടുമുട്ടലുകളെ കുറിച്ച് വർഷം 2002 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് ചത്തുരത്തിലൂടെ ഞാൻ നടക്കുകയായിരുന്നു. അയാൾ എന്റെ തോളിൽ കൈയിട്ടു. അറിയാമായിരിക്കുമല്ലോ, കൊളംബിയയുടെ ഗോളിയായ ഇഗ്വറ്റ. തലമുടി അഴിച്ചിട്ട് പ്രചണ്ഡമായ മുഖത്ത് ഒരു ഏകാന്തനായ മനുഷ്യന്റെ സ്വപ്നം കൊത്തിവെച്ച എന്നോട് ചോദിച്ചു, ഇത്രയും ലേറ്റ് ആവാൻ പാടും സാറേ. ഒരു വിഷയം ഇത്രയും ലേറ്റ് ആവാൻ പാടും. അതിന്റെ എന്ന് പറഞ്ഞിട്ട് കുറെ ലേറ്റ് ആയിട്ടാ പിന്നെ തുടങ്ങി. ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നൂതന സാങ്കേതിക കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ്. ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നൂതന സാങ്കേതിക കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ്. താങ്കൾക്ക് തുടരാം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, നെടുമങ്ങാട്, കാഞ്ഞങ്ങാട് ഒട്ടനവധി സ്ഥലങ്ങൾ ഉണ്ടായിട്ടും നിന്നെ കാസർഗോട്ടേക്ക് തട്ടിക്കളയും. കാസർഗോഡ് ആവർത്തിച്ചില്ല, പരിശോധിക്കാം. പരിശോധിക്കാം. അത് മാത്രമല്ല ഒരു കാര്യം കൂടെ ആവർത്തിച്ചാലും കാസർഗോഡാണ് എന്റെ വിഷയം. കാസർഗോട്ടേക്ക് തട്ടിക്കളയും എന്നതിന്റെ ഔചിത്യം മമ മനസ്സിൽ ഉദിക്കുന്നില്ല. എന്താണ് ഈ ജില്ലയുടെ പ്രശ്നം? കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഭൂമിക അല്ല, മറിച്ച് വടക്ക് ഭാഗത്ത് വെള്ളരിക്കുണ്ട്, കൊന്നക്കാട്, പുന്നക്കുന്ന്, കാഞ്ഞങ്ങാട്, നീലേശ്വരം, പാണത്തൂർ, ചെറുവത്തൂർ, ബോവിക്കര, ബാവിക്കാനം, പാനം, അജാനൂർ, എൻമകല്ല്. കാഞ്ഞങ്ങാട് ആവർത്തിച്ചു അല്ലേ? അപ്പൊ കാഞ്ഞങ്ങാട് ആവർത്തിച്ചോ? അപ്പൊ തുടരാം. 27 സെക്കൻഡ്. 2 സ്ഥലം വിട്ടുപോയി. പാണ്ടിക്കാട്. താങ്കൾ തുടരും. കുട്ടനാട്, കുട്ടന്റെ നാട്. ചമ്പക്കുളം വള്ളംകളിയും ചക്കുളത്തുകാവ് പൊങ്കാലയും എടത്വാപ്പള്ളി പെരുന്നാളും പടയണിയുടെ നടവഴിയിൽ കുടചൂടിയതും നെടുമുടിയുടെ ചിറകടിയിൽ തളരാത്തതുമായ നീലംപെരൂർ പൂരവും ഞങ്ങളുടെ ദേശീയ ഉത്സവം. പച്ചപ്പട്ടുവിരിച്ച നെൽപ്പാടങ്ങളും കിളിക്കൊഞ്ചൽ കേട്ടുണരുന്ന പ്രഭാതവും നീലാകാശവും കണ്ടുണരുന്ന പൊൻപുലരി. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരമ്മ വെച്ച മക്കളെ പോലെ ചരടിൽ കോർത്ത കല്ലിൽ കൊത്തിയ ശില്പം കണക്കെ ഒരേ മനസ്സോടെ വാഴുന്ന ഞങ്ങളുടെ പ്രദേശം. ഒരേ മനസ്സോടെ ഒരമ്മ പറ്റൂ, ഒരേ മനസ്സ്. രണ്ടുമല്ലേ? ചരടിൽ കോർത്ത കല്ലിൽ കൊത്തിയ, അതങ്ങനെ ശരിയാവും സാറേ. ചരടിൽ കോർത്ത കല്ലിൽ കൊത്തിയ ശില്പം. ചരടിൽ കോർത്ത കല്ലിൽ ഒരു അലങ്കാരം അടിച്ചതാ. ഇതൊരു കുട്ടനാട് സ്റ്റൈൽ ഓഫ് അലങ്കാരമാണ്. തുടരൂ. അപ്പൊ എത്രയായി? നമ്പർ 2. ഗവേഷണ വിദ്യാർത്ഥി, കാര്യവട്ടം സർവകലാശാല. നമ്പർ 2.
ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരമ്മ പെറ്റ മക്കളെ പോലെ ചരടിൽ കോർത്ത പുഷ്പം കല്ലിൽ കൊത്തിയ ശില്പം കണക്കെ ഒരേ ചരടിൽ കോർത്ത പുഷ്പം. സാർ വീണ്ടും കൊടുക്കൂ സാർ. എത്രയായി? സാറേ ഒരു നിമിഷം. രണ്ട് കൈയടിച്ചു കൊടുക്കൂ. ചരടിൽ കോർത്ത പുഷ്പം എന്നാ പറഞ്ഞത്. പറയട്ടെ. കളത്തിൽ അന്നം തുള്ളി വരുമ്പോൾ വഞ്ചിപ്പാട്ട് പാടി നെഞ്ചം തുടിച്ച് മൊഞ്ചന്മാർ കളിക്കുന്ന ഞങ്ങളുടെ ഊര്. നീലൻ എന്ന കുരങ്ങൻ തന്റെ കരിയിൽ മലയുമായി പോയപ്പോൾ അതിൽ നിന്നും അടർന്നു വീണ. ഇതിൽ നിന്നും രണ്ട് ഫസ്റ്റ് ടൈമിൽ ആവർത്തിച്ചു, ഇപ്പൊ ആവർത്തിച്ചു. അപ്പൊ താങ്കൾക്ക് തുടരാം. സാർ 50 സെക്കൻഡ്. കൺഗ്രാജുലേഷൻ. ഈ അവസരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇങ്ങനൊരു മഹാപ്രതിഭയെ പരിചയപ്പെടാനുള്ള ഒരു നിയോഗം ഇങ്ങനെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു. താങ്ക് യു. ഓക്കെ, തുടരും. ഇയാളെ കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാമൂഹിക വീക്ഷണ കോണുകളിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ ലോക ചരിത്രത്തിൽ നിന്നും പഴമയുടെ പ്രൗഢിയോടെ തിരിഞ്ഞു വരും. ഒരു കാര്യം, കോൺ എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കല്ലേ സാർ? കോണോ? കോൺ, മൂല, കോൺ. കോൺ ഇംഗ്ലീഷ് അല്ല, മലയാളമാണ്. കോണുകൾ, ആംഗിൾ എന്നുള്ളതിന്റെ മലയാള പദം കോണാണ്. കോണാണ്. അപ്പൊ എത്രയായി? പഠിച്ചും പ്രണയിച്ചും പോരടിച്ചും കലഹിച്ചും നടന്ന കലാലയ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു ചെല്ലുമ്പോൾ കാസർഗോഡും എറണാകുളവും തിരുവനന്തപുരവും എല്ലാം കടന്ന് 1980കളിലേക്കും എല്ലാം കടന്ന് രണ്ട് വാക്കല്ലേ കടന്നു ചെല്ലും. എല്ലാം കടന്നു ചെല്ലും. അല്ല സാർ, അതൊരു വാക്കാണ്. താങ്കൾക്ക് തുടരാം. മനോഹരമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് നിങ്ങളോട് അല്പസമയം സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സാർ ഇവിടെയാണ്. താങ്കൾക്ക് തുടരാം. അപ്പോൾ പറഞ്ഞു വന്നത് എന്റെ ജില്ലയിലെ ചില സ്ഥലങ്ങളെ കുറിച്ചായിരുന്നു. കാഞ്ഞങ്ങാട്, നീലേശ്വരം, പാണത്തൂര്, ഭീമനടി, ചിറ്റാരിക്കാൽ, ചെറുപുഴ, ഇരിയ, പെരിയ, ഉപ്പള, കുമ്പള, ഷിറിയ, പേക്കൽ, മഞ്ചേശ്വരം തീവണ്ടി ആപ്പീസിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു വരുന്ന വഴി ഒത്തിരിയേറെ അനുഭവ സമ്പത്തുള്ള നാട്ടുകാരെ കണ്ട് മമ മനസ്സ് തുടിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പാതയിലൂടെ ഓടിപ്പോകുമ്പോൾ എന്താണ്, എങ്ങനെയാണ്? അതെ. മാത്രല്ല വേറൊന്നുണ്ടായിരുന്നു. ഓഫീസ് പറഞ്ഞു, കാര്യാലയം. വീണ്ടും നമ്മൾ ഈ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആഗോള ചിന്താഗതികളിൽ നിന്ന് കേരളത്തിന്റെയും തൃശ്ശൂരിലേക്കും വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ വിഷയം സംസാരിച്ചല്ലോ. അപ്പൊ താങ്കൾക്ക് അവസാനിപ്പിക്കാം. സംസാരിച്ചു. ഇരുട്ടിൽ അയാൾ എന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു, മൈതാനത്തിന്റെ ഒത്ത നടുക്ക് നിൽക്കുന്നതിനേക്കാൾ ഏകാന്തത തോന്നുന്നു എനിക്കെന്ന്. ചേർത്ത് പിടിച്ച് ആ നിമിഷം ഞാൻ അയാളെ ചുംബിച്ചു. അയാളെ ചുംബിച്ചു. അപ്പൊ നമ്മൾ ഈ വിഷയം അവസാനിപ്പിച്ചു. ഇപ്പൊ ഈ പരിപാടിക്ക് 3 റൗണ്ടേ ഉള്ളൂ. സ്വയംപാര ആദ്യത്തെ റൗണ്ട് അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ റൗണ്ട് ജനറൽ റൗണ്ടാണ്. അതിന് നമ്മൾ പൊതുവൃത്തം എന്ന് പേരിടുന്നു. മൂന്നാമത്തെ റൗണ്ടാണ് നമ്മുടെ ഏതാണ്, കുട്ടിക്കലാശം. നമ്മളങ്ങ് പൊട്ടിക്കയറും, തൃശ്ശൂർക്കാരൻ്റെ പൂരം പോലെ അല്ലേ. അപ്പോൾ രണ്ടാമത് അപ്പോൾ നമ്മൾ ഇത്തിലൂടെ വേഗം കൂട്ടിക്കോളൂ. നമ്മൾ വണ്ടിക്ക് സ്പീഡ് കൂടാൻ പോവാണ്. ഒരു 80 കിലോമീറ്ററോട്ട് പോയിക്കോളൂ. ഇനിയിപ്പോൾ സംസാരിക്കേണ്ടത് മലപ്പുറത്തെ ജസ്ല മാടശ്ശേരി. പറ്റിയ വിഷയം തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്താണ് ഒരു സമ്മാനം താങ്കൾക്ക് തരിക എന്ന്. വലിയ ഒരു ഗഹനമായി ഞാൻ തിരഞ്ഞെടുത്തൊരു വിഷയമാണ്. വരൻ വരണം വരിക്കച്ചക്കയുമായി. വരം വരണം വരിക്കച്ചക്കയുമായി. തുടങ്ങട്ടെ. അത് തുടങ്ങില്ല. വരൻ വരണം വരിക്കച്ചക്കയുമായി എന്ന വിഷയം കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്റെ ഇത്താത്തയുടെ കല്യാണമാണ്. എന്റെ വരിക്കച്ചക്കയുമായി എന്റെ പിന്നെ ആവർത്തിച്ചു, എന്റെ വീട്ടിലേക്ക് എന്നുള്ളതും പിന്നെ ഇല്ല. എന്റെ പറഞ്ഞു താങ്കൾ തുടരും. വരിക്കച്ചക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് 1, 2, 3 കണക്കെ 500 കണക്കിന് ചുളകൾ. ചന്തമേറിയ പൂവിലും ശബലാപമാം പൂമ്പാറ്റയിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്ത ചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ മീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഉദ്ധരണി. ഈ വിഷയത്തിലേക്ക് രണ്ടാം തവണയും കടന്നു വരുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് വരിക്കച്ചക്കയിലേക്കാണ്. അത്തരത്തിലുള്ളതിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ തിരുവനന്തപുരം എന്റെ വരൻ വരിക്കച്ചക്കയായിട്ട് വരണം. ഇന്ന് ആഗോള താപനത്തിന്റെ ആഗോള വിപണികൾ കാസർഗോഡ് ആഗോള വിപണികൾ രണ്ട് ആഗോളം ഉണ്ടല്ലോ.
എന്റെ വധുവാണ് വരിക്ക പനസവുമായി കടന്നു വരേണ്ടത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, ഇത് നഗ്നമായ ലംഘനമാണ്. വരിക്കച്ചക്ക ചുളയുടെ എണ്ണമാണ് അല്ല പറഞ്ഞത്. അങ്ങനെയൊന്നും ചുള എണ്ണ തന്നെയാണ് ഈ പ്രായത്തിൽ നല്ലതല്ല. താങ്കൾക്ക് തുടരാം. വരിക്കച്ചക്കയിലെ ചുളകൾ ഒരിക്കലും ഇങ്ങനെ എണ്ണരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ. 1995 ഓഗസ്റ്റ് 29 മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ സുന്ദരിയും സുമുഖയും സർവോപരി സുശീലയുമായിട്ടുള്ള ഒരു പെൺകുട്ടി പിറന്നു. മലപ്പുറം ജില്ലയിലെ ഒരു ആവർത്തിച്ചു. അത് ആരാ? പാർട്ടി ആരാ? ഞാന് ഓ ഇതാണ് കാര്യം. ഞാൻ വിചാരിച്ച ലോക സുന്ദരി ആരോ മലപ്പുറത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, താങ്കൾ തുടരും. വരൻ വരിക്കച്ചക്കയുമായി നടന്നു വരണം എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധിയുടെ വിവാഹത്തെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. കസ്തൂർബായുടെ ഭവനത്തിലേക്ക് മഹാനുഭാവൻ താങ്കൾ ഇത്തരത്തിലൂടെ നമ്മൾ തൃശ്ശൂരിലേക്ക് തിരിച്ചു വരുമ്പോൾ തൃശ്ശൂരിൽ ആകമാനം തൃശ്ശൂർക്കാരന് ആവശ്യമില്ലാത്തത് അല്ല. ഒരു സെക്കൻഡ് താങ്കൾ തുടരും. എനിക്ക് തുടരാം അല്ലേ? അറബിക്കടലിന്റെ ഓരം ചേർന്ന് കിന്നാരം പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലാണ് വരൻ വരിക്കച്ചക്കയുമായി വരുന്നത്. അറബിക്കഥകളെ വെല്ലുന്ന തരത്തിൽ തടസ്സപ്പെടുത്തിപ്പോയി. കാസർഗോഡ് തുടരൂ. കൊടുത്ത കൊല്ലത്തും കിട്ടും. കാസർഗോഡ് തുടങ്ങാൻ താമസിച്ചു. ഇല്ല സാർ, വരിക്കച്ചക്കയുമായി വരണം ഏത് നാട്ടിൽ വേണമെങ്കിലും കടന്നു വരാം. തുടങ്ങാൻ താമസിച്ചു. താങ്കൾ തുടരും. ഇത്രമേൽ പുരുഷവിരുദ്ധമായ ഒരു പ്രസ്താവന എന്റെ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല. പുരുഷൻ തൃശ്ശൂരിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ വരിക്കച്ചക്കയുടെ കാര്യത്തിലേക്കാണ് വരുന്നത്. താങ്കൾ തുടരും. കഥകളെ വെല്ലുന്ന തരത്തിൽ 1000 രാവുകളിൽ പോലും പറഞ്ഞാൽ തീരാത്ത കൊടും ക്രൂരതകളുടെ കറുത്ത പാത്രമായി കേരളം മാറുമ്പോഴാണ് വരൻ വരിക്കച്ചക്കയുമായി വരുന്നത്. ലോകം ഇന്ന് വിരൽത്തുമ്പിലാണ്. ഭൂമിശാസ്ത്രപരമായ അതിരുകൾ പ്രശ്നമല്ല എന്ന മട്ടിൽ സാങ്കേതിക വിദ്യ കുതിച്ചുയരുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ തരുണീമണികളായിട്ടുള്ളവർ പറയുന്നത് തങ്ങൾ വിവാഹം ചെയ്യുവാൻ പോകുന്ന പുരുഷൻ വരിക്കച്ചക്കയുമായി. ഞാൻ ഈ സെക്ഷനിൽ 2 തവണ പറഞ്ഞോളൂ. ഈ സെക്ഷനിൽ സാർ മൈനസ് കൊടുത്തിട്ട് തൃശ്ശൂർ കൈയടിച്ചോ. ചെറുപ്പക്കാരികൾ പറയുന്നു തങ്ങൾ വിവാഹം ചെയ്യുവാൻ പോകുന്ന പുരുഷൻ ഈ പറഞ്ഞ ഫലവുമായി വരണമെന്ന്. അമ്മ പണ്ടൊരിക്കൽ വരണമെന്ന് 3 പ്രാവശ്യമായി വരിക്കച്ചക്കയുമായി വരണം. ഇനി നമ്മൾ സംസാരിക്കേണ്ടതാരാ? താങ്കളല്ലേ? പറഞ്ഞോളൂ. വരിക്കച്ചക്കയുടെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് നാം സംവദിക്കേണ്ടത്. കൂഴച്ചക്കക്ക് എന്താ രാഷ്ട്രീയമില്ലേ? വരനെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷയായി പ്രവർത്തിക്കുന്ന ഞാൻ എന്ന ഈ പാവം പെൺകുട്ടി അനാവശ്യമായിട്ട് തടസ്സം വിളിക്കുന്നു. LDF-ന്റെ കളി ഇവിടെ വേണ്ട. ഐക്യജനാധിപത്യ മുന്നണിയുടെ വിദ്യാർത്ഥി സംഘടനയായ കേരള വിദ്യാർത്ഥി സംഘടനയുടെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷയായി ആവർത്തിച്ചു. അതേസമയം കേരള വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറഞ്ഞ പേരാണെന്ന് പറയാമായിരുന്നു. താങ്കൾ തുടരും. ഇത്തരത്തിൽ മ്ലേച്ഛകരമായ ഒരു പ്രതിവാദത്തിനൊന്നും ഞാൻ തയ്യാറാവുന്നില്ല. കടന്നു പോകുന്ന ചരിത്രത്തിൽ മുഴുവൻ മ്ലേച്ഛം എന്ന് ഒരു പ്രസ്ഥാനത്തെ പറയാൻ പാടുണ്ടോ? ഞാൻ പറയാം. ന്യായാധിപന്റെ കുപ്പായ ഞാട്ടിക്കൽ, അതായത് അങ്ങനെ മ്ലേച്ഛമെന്ന് പറഞ്ഞത് മാത്രമല്ല ഈ സ്വഭാവം തന്നെ മ്ലേച്ഛമായി. വകുപ്പറിയാമോ? ഊണകത്തായി പോവും. ഇപ്പോഴത്തേക്ക് ഇത്തരത്തിൽ വികാര നിർഭരയായ എന്റെ കൂട്ടുകാരിയോട് എനിക്ക് പറയാനുള്ളത് 1957 ആരംഭിച്ച് 2000 എത്രയായി അവിടെ ഒന്ന് പറഞ്ഞോട്ടെ. 4 നന്നായി. ഈ കൂട്ടുകാരിയോട് എനിക്ക് സ്നേഹപൂർവ്വം പറയാനുള്ളത് 1957 തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ കരുത്തിനെ കുറിച്ചാണ്. ഒരുപാട് പേരുടെ ചോര ചിന്തിയ ദിനനിളങ്ങളിൽ നിന്ന് വളർന്നു വന്ന കൊടിയേറ്റുവാങ്ങിയ ചെങ്കൊടി പ്രസ്ഥാനത്തെ ഒരുപാട് പേരുടെ ചോര ചിന്തി എന്തിൽ നിന്ന്
ദിനദിനത്തിനോ? വീണ പ്രസ്ഥാനത്തിൽ നിന്ന് അല്ലല്ല തിണനിലങ്ങൾ. അങ്ങനെയല്ല സാർ. നമ്മുടെ നമ്മുടെ വിഷയം ചക്കയാണ് സാർ. വീണ ഒരാൾ പറയും ചോര തിണനിലങ്ങൾ. നമ്മുടെ വിഷയം വരൻ വരിക്കച്ചക്കയുമായിട്ട് വരുന്നു. ആയിക്കോട്ടെ, ഇതിന് മറുപടി കൊടുത്ത് വരിക്കച്ചക്കയിലേക്ക് ഇല്ല സാർ, തിരിച്ചു സാർ, വരും. സാർ, സാർ. ഒരു സംശയം സർ, ഒരുപാട് പേരുടെ ചോര വെറുതെ ചിന്തുന്നത് തെറ്റല്ല സർ. അത് തെറ്റാണ്. ഇത് നമ്മുടെ ഇവിടെ നമ്മുടെ ഈ വിഷയത്തിലേക്ക് സാർ, സാർ, സാർ. ഇവിടെ ചോര ചിന്തിയ എന്താണെന്നാ പറഞ്ഞത്? ഒരു തിള എനിക്ക് ആ വാക്ക് വ്യക്തമായില്ല. അതാണ് ആ വാക്ക്. എനിക്ക് മനസ്സിലായില്ല സർ. തിളനിണം. നീളനീണന്നല്ല പറഞ്ഞ നീണ മീണ നിണ്ണ നീണ മീണ രണ്ട് വാക്കാണ്. അതിന്റെ അർത്ഥം പിന്നത്തെ സെന്റൻസിൽ നമ്മൾ പറഞ്ഞു തീർക്കും. ആ sentence ഉറപ്പാണ് സാറേ, കൃഷിക്കാരുടെ വാക്കാണ്. നമുക്ക് നോക്കാം, പറയൂ. ഇത്തരത്തിൽ വരിക്കച്ചക്കയുടെ കാര്യത്തിലേക്ക് നാം വീണ്ടും തിരിഞ്ഞു വരുമ്പോൾ ലോക ചരിത്രത്തിൽ നിന്ന് നമ്മൾ കീറിയെടുക്കുന്ന 4 പേജുകളെ വരിക്കച്ചക്കയുടെ കാര്യത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു വരുമ്പോ പിന്നെ നമ്മൾ എന്തിനാ വേണ്ടി മാത്രമല്ല കേറിയെടുക്കുന്ന പേജ് താളെന്നുണ്ട്. താങ്കൾ തുടരാം. വരൻ വരിക്കച്ചക്കയുമായി വരുമ്പോൾ എന്ന വിഷയത്തെ കുറിച്ച് ഒഴിഞ്ഞു വരുമ്പോൾ ഒഴിഞ്ഞു മഹാത്മാ വരുമ്പോൾ. സാർ, വിഷയം ഒഴിഞ്ഞു വിഷയം വരുമ്പോൾ. വരൻ വരിക്കച്ചക്കയുമായി വരുമ്പോൾ വിഷയം ഒഴിഞ്ഞു വരുമ്പോൾ എന്നുള്ളത് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മുടെ വിഷയം അങ്ങനെയായിരുന്നല്ലോ. വരൻ വരുമ്പോൾ വരിക്കച്ചക്കയുമായി നല്ല വരുമ്പോഴല്ല. അപ്പൊ ഈ താങ്കൾ സംസാരിക്കേണ്ട, കാരണം നമ്മൾ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇത് ഒരു നിമിഷം പവേർഡ് ബൈ KP Patros വൈദ്യൻസ്, കണ്ണംകുളത്ത് ഡയലോഗ് ഫോർട്ട് ആൻഡ് AVT പ്രീമിയം ടീം. നമ്മളിനി ഈ റൗണ്ടിൽ ഒരു വിഷയം കൂടി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ കൊട്ടിക്കലാശിലേക്ക് പോകും. സംസാരിച്ചു തുടങ്ങേണ്ടത് തൃശ്ശൂരിൽ നിന്നാണ്. കാലഹരണപ്പെട്ടു എന്ന് തോന്നാവുന്ന വിഷയം, എന്നാൽ കരള് തുറന്ന് കയറുന്ന വിഷയം. പ്രണയലേഖനം എങ്ങനെ എഴുതണം? ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ പ്രണയലേഖനം എങ്ങനെ എഴുതാം എന്നുള്ളതിനെ സംശീകരിച്ചുകൊണ്ട് എന്നുള്ളത് സർ, സംശയീകരിച്ചു തുടങ്ങുന്ന ആവശ്യമില്ല. എന്താണ് വാചകം എന്നൂടെ പറഞ്ഞോളൂ. സംശീകരിച്ചുകൊണ്ട് എന്റെ അയൽപ്പക്കത്ത് നിൽക്കുന്ന സുന്ദരിയോട് മലപ്പുറത്തെ വീട്ടിലേക്ക് ഓടാനുള്ള കൂപ്പൺ എടുത്തുകൊണ്ട് കൂപ്പൺ താങ്കൾക്ക് തുടരാം. ദസ്തയേവ്സ്കിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരാൾ. അന്ന, എന്റെ ഹൃദയത്തിന്റെ താക്കോൽ ഞാൻ ഹൃദയം അന്ന, തടസ്സം, ഹൃദയം, അന്നല്ല, അന്നയും ഹൃദയം. താങ്കൾ പറഞ്ഞ തടസ്സം കറക്റ്റ്. പ്രണയലേഖനം എങ്ങനെ എഴുതണം എന്ന് ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എനിക്ക് ലഭിച്ച എന്റെ രണ്ട് വാക്ക് ആവർത്തനം ഉണ്ടായി. താങ്കൾ തുടരാം. പ്രണയലേഖത്തെ കുറിച്ച് പറയുമ്പോൾ 6ാം തരത്തിൽ ഞാൻ പ്രണയലേഖനമാണ്. താങ്കൾക്ക് തുടരാം. പ്രണയലേഖനം എങ്ങനെ എഴുതണം എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പറയും, തൂലിക കൊണ്ട് കുറിക്കണം. പ്രിയപ്പെട്ടവളെ, നിന്നോട് എനിക്ക് ഇഷ്ടമാണ്. ഇത് പറയുവാൻ മാമല കെട്ടാൻ. ഇത് പറയുവാൻ പറയുക രണ്ട് പ്രാവശ്യം. താങ്കൾക്ക് തുടരാം. പ്രണയം ഓരോ വ്യക്തിയുടെ മനസ്സിലുള്ള അനുഭൂതിയാണ്. 2 ഹൃദയങ്ങൾ ഒന്നായി ചേരുന്ന മനസ്സും ഹൃദയമാണ് മാഷേ. ഇന്ന് എത്രയായി? 2. കൺഗ്രാറ്റുലേഷൻസ്. പ്രണയം ഓരോ വ്യക്തികളുടെയും മനസ്സിലുള്ള ഒരു അനുഭവമാണ്. 2 ഹൃദയങ്ങൾ തെറ്റ്, വ്യാകരണ പിഴവ്. ഓരോ വ്യക്തിയുടെയും പറയൂ. ഹൃദയത്തിലെ ഉത്കടമായ ആനന്ദത്തിന്റെയും ദുഃഖത്തിന്റെയും മുനമുക്കി എഴുതുന്ന വിശാലമായ ഒരു ആകാശത്തിന്റെ പേരാണ് പ്രണയലേഖനം. ഒരിക്കൽ പോലും ഞാൻ അത് എഴുതിയിട്ടില്ല. അല്ല, എങ്ങനെ എഴുതണം എന്നുള്ളത് വിഷയമാണ് സാർ. തെറ്റ്. ഇപ്പൊ ഇനി എത്ര ബാക്കിയുണ്ട്? ബാക്കി എത്രയുണ്ട്? 2 ഉള്ളൂ. അന്ന, എന്റെ ഹൃദയത്തിന്റെ താക്കോൽ ഞാൻ എവിടേക്കോ വലിച്ചെറിഞ്ഞു. അതും കൊണ്ടാണോ നീ വന്നിരിക്കുന്നത് എന്ന് പണ്ട് കുറിച്ച ദസ്തയേവ്സ്കി പ്രണയത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് ജീവിതത്തെ കൈപിടിച്ചു കയറ്റിപ്പോയ മഹാരഥനായിരുന്നു. ഒരിക്കൽ പോലും അക്ഷരങ്ങൾ കൊണ്ടല്ലാതെ ഹൃദയം കൊണ്ട് താങ്കൾ പറയൂ. പ്രണയലേഖനത്തെ കുറിച്ച് പറയുമ്പോൾ ONVയുടെ ചരിത്ര ലിപികളിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. കലാലയ ജീവിതത്തിന്റെ ഉൾത്തുടിപ്പുകളെ കാസർഗോഡ് മുതൽ കേരളത്തിന്റെ തെക്കേ അറ്റമുള്ള തിരുവനന്തപുരം വരെ നാം കടന്നു ചെല്ലുമ്പോൾ ഓരോ വസ്തുതകളെയും താങ്കൾക്ക് തുടരാം. ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ്. ജീവിതത്തിൽ ആർക്കെങ്കിലും പ്രേമലേഖനം എഴുതണമെന്ന് തോന്നുകയാണെങ്കിൽ അത് അദ്ദേഹത്തിനാവണമെന്ന് അതിനു മുമ്പ് ഒരു അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആ സമയത്ത് കുത്തണ്ടേ? ഇത്തരത്തിൽ പ്രണയലേഖനത്തെ കുറിച്ച് നാം വീണ്ടും വിശകലനം ചെയ്യുമ്പോൾ 80കളിലും 90കളിലും 2000കളിലും എല്ലാം കലാലയത്തിന്റെ ഉൾത്തടങ്ങളിൽ തുടിച്ചു നിന്ന ഒരു തരത്തിലുള്ള പ്രണയലേഖനങ്ങളെ കുറിച്ച് നാം വിശകലനം ചെയ്യണം. ആവർത്തനം ഉണ്ടായിരുന്നു. താങ്കൾക്ക് തുടരാം. വീണ്ടും പ്രണയലേഖനം എങ്ങനെ എഴുതണമെന്ന് ചിന്തിക്കുമ്പോൾ തൂലിക കൊണ്ട് കുറിക്കണം എന്ന് ഞാൻ പറയും. തട്ടമിട്ട സുന്ദരി, നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുവാൻ പറയുവാൻ
പറയുമ്പോൾ പറയുവാൻ ചിന്തിക്കുമ്പോഴാ പറഞ്ഞിട്ടില്ല പറയുമ്പോൾ പറയുവാൻ പറഞ്ഞോ പറയുമ്പോൾ പറയുവാൻ അത് ശരി, എന്നെ പറഞ്ഞതുകൊണ്ടാണ്. പറഞ്ഞു പറഞ്ഞല്ലേ പറയുമ്പോൾ പറഞ്ഞോ പറയുവാൻ. താങ്കൾ പറയും പ്രണയലേഖനം ഞാൻ എഴുതിയിട്ടില്ല, പക്ഷേ എനിക്കൊരിക്കൽ ലഭിച്ചിട്ടുണ്ട്. എന്റെ കലാലയത്തിൽ ആദ്യ ദിവസത്തേക്ക് ആ എന്താണ് എനിക്ക് എന്റെയോ സർ എനിക്ക് പ്രണയലേഖനം എനിക്ക് ലഭിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എഴുതിയിട്ടില്ല. പ്രണയലേഖനം ഞാൻ എഴുതിയിട്ടില്ല. ഉണ്ട് ഒരെണ്ണം ഞാൻ വിട്ടുപോയി. പറഞ്ഞിട്ടില്ല അപ്പൊ എത്രയായി 3 കേരള സർവകലാശാല കീ കേരള സർവകലാശാല കീ പ്രണയലേഖനം ഞാൻ എഴുതിയിട്ടില്ല, പക്ഷേ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്റെ കലാലയത്തിലേക്ക് കടന്നുപോയ ആദ്യ ദിവസം അയാൾ എന്നെ നോക്കിയിരുന്നു. എന്നെ നോക്കിയിരുന്നു എന്നെ 2 പ്രാവശ്യമായി ഇപ്പൊ. എന്റെ കലാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അയാൾ എന്നെ നോക്കി. എന്നെ 2 പ്രാവശ്യം എന്റെ കലയാലയോ എന്നെ രണ്ടല്ലേ രണ്ട് അല്ല, അതിനു മുമ്പ് എന്നെ പറഞ്ഞു. ഓക്കെ താങ്കൾ തുടരും എത്രയായി 4 ആ ഓക്കെ ആദ്യ ദിവസം തന്നെ അയാൾ എന്നെ നോക്കിയിരുന്നു. ചെറുപുഞ്ചിരിയുമായി സമീപിക്കുവാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഒരു കാരണവശാലും എനിക്ക് അടിച്ച് അയാൾ എന്നെ നോക്കി പുഞ്ചിരിച്ചിരുന്നു. അത് കഴിഞ്ഞ് എന്തോ അത് അയാൾ പറഞ്ഞിട്ടില്ല. ഞാൻ എഴുതിയിട്ടില്ല, എന്നെ നോക്കി പക്ഷേ അയാൾ നാല് പുഞ്ചിരിച്ചിരുന്നു. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞ് പറഞ്ഞോ അയാൾ ചിന്തിച്ചിരുന്നു. താങ്കൾക്ക് തുടരാം പ്രണയലേഖനം എങ്ങനെ എഴുതണം എന്ന് ചോദിച്ചാൽ, പെണ്ണെ നിന്നെ കണ്ടപ്പോൾ എൻ ഹൃദയം അറിയാതെന്നോ മന്ത്രിച്ചു, എന്റെ മാത്രമാണ്. എന്റെ ഹൃദയം മന്ത്രിച്ചു. എന്റെ മാത്രമാണ് സമയം അവസാനിക്കാണ് ഈ വിഷയത്തിന്റെ താങ്കൾക്ക് സംസാരിക്കാം. ഇത്തരത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലേക്കും നാം കടന്നു ചെല്ലുമ്പോൾ പക്ഷിമൃഗാദികൾ, ആട്, ഒട്ടകം, പശു എന്നിവയുൾപ്പെടെ മനുഷ്യ സമ്പത്ത് മുഴുവൻ പ്രണയ സുരഭിലമായ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു പോകുന്നു. ഈ കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ഓക്കേ. കടന്നു ചെല്ലുമ്പോൾ കടന്നു ഈ പോകുമ്പോൾ വിഷയം അവസാനിക്കുകയാണ്. അപ്പോൾ താങ്കൾക്ക് ഇനി തുടരാൻ പറ്റില്ല, നമ്മൾ വിഷയം അവസാനിപ്പിച്ചു. നമ്മുടെ ഏറ്റവും നിങ്ങളെ ഉത്കണ്ഠയുടെ പിച്ചാത്തി മുനയിൽ പിടിച്ചിരുത്തുന്ന റൗണ്ടാണ് അവസാനത്തെ റൗണ്ട്. പരിസമാപ്തി പോലെ വന്നു വീഴുന്നു കൊട്ടിക്കലാശം. ഏവർക്കും സ്വാഗതം. ഇത് ഒരു നിമിഷം പവേർഡ് ബൈ KP പത്രോസ് വൈദ്യൻസ്, കണ്ണംകുളത്ത് ഡയലോഗ് ഫോർട്ട് ആൻഡ് AVT പ്രീമിയം ടീം. നമ്മുടെ ഏറ്റവും നിങ്ങളെ ഉത്കണ്ഠയുടെ പിച്ചാത്തി മുനയിൽ പിടിച്ചിരുത്തുന്ന റൗണ്ടാണ് അവസാനത്തെ റൗണ്ട്. പരിസമാപ്തി പോലെ വന്നു വീഴുന്നു കൊട്ടിക്കലാശം. മുഖ്യവാഗ്മി ആരെന്ന് നിശ്ചയിക്കപ്പെടുന്ന ഒരുപക്ഷെ കൊട്ടിക്കലാശത്തിലായിരിക്കും. നമ്മൾ കൊട്ടിക്കയറും, ഗ്യാപ്പിടരുത്, ഇടവേളയൊന്നും പാടില്ല. വിഷയം പറഞ്ഞാൽ ഉടൻ ഏറുപടക്കം പോലെ പൊട്ടിത്തെറിച്ചോളണം. സംസാരിച്ചു തുടങ്ങേണ്ടത് കൊല്ലത്ത് വന്ന എൻ നൗഫൽ, കേരള സർവകലാശാല കാര്യവട്ടത്തെ വിദ്യാർത്ഥി. വിഷയം നമ്മൾ ആരംഭിക്കുന്നു. ആശയത്തേക്കാൾ വലുതല്ല ആമാശയം. വേരുകൾ നഷ്ടപ്പെട്ടു പോയ ഒരു പട്ടം ആകാശത്തിലേക്ക് വിരലുയർത്തുമ്പോൾ പക്ഷി പറന്നു പോകുന്നത് പോലെ അമ്മയെ ഓർക്കുമ്പോൾ ആമാശയത്തിന്റെ സങ്കടങ്ങൾ. വേഗം പറയൂ. ഓർക്കുമ്പോൾ ഞാൻ ഞാൻ ഓർക്കുമ്പോൾ പറഞ്ഞിട്ടില്ല. ഓക്കെ താങ്കൾ തുടരും. ഇനിയിപ്പോ എത്ര ബാക്കിയുണ്ട്? രണ്ടെണ്ണം ബാക്കിയുണ്ട്. പറഞ്ഞോളൂ. 2 ബാക്കിയുള്ളൂ. പോട്ടെ. ആമാശയത്തെ ഓർക്കുമ്പോൾ അമ്മ ഓർമ്മയിലെത്തുന്നു. ജീവിതത്തിന്റെ ഓർമ്മ. ആമാശയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നലെ ഞാൻ നടന്നുപോയ വഴിയിൽ കണ്ട ഒരു കാഴ്ചയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളാം. പ്രിയ സുഹൃത്ത് ഡിഗ്രിഡിമ്പോ സാരിബോ ഹാരിബോ ബുഷ്കിനോ കറി പറീകോ പീനാക്കോ പീച്ചാക്കോയും ഞാനും കൂടെ ഒരുമിച്ച് ആലപ്പുഴ കടൽ തീരത്തുകൂടെ നടന്നു പോകുമ്പോഴാണ് ഈ വിഷയത്തെ പറ്റി ഞാൻ പ്രതിപാദിച്ചത്. അന്ന് ഞാനും ഞാൻ ഞാനാവും. കൂടെ ഒരുത്തനുണ്ടായിരുന്നില്ല, അവന്റെ പേരെന്തോന്ന്? എന്തോ പിഷ്കാറോ ഞെക്ക് വെളിച്ചം തെളിഞ്ഞില്ല. അച്ഛന്റെ ഭാര്യ അമ്മയുടെ ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ പുത്രൻ കേരളത്തിന്റെ മലയാളത്തിന്റെ അഭിമാനമായ ഫ്ലവേഴ്സ് ടിവിയിൽ ഒരു നിമിഷം പരിപാടിക്ക് പോകുമ്പോൾ എന്താണ് ഫ്ലവേഴ്സ് ടിവി ചാനലിന്റെ പേരാണ് പറയുന്നത്. കുഴപ്പമില്ല ഇതിന്റെ പേര് ഫ്ലവേഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ. താങ്കൾ തുറന്നു. ആമാശയം ഓരോ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്തിനോടുമുള്ള വിശപ്പ് തോന്നുന്ന ആ ശരീര അവസ്ഥയിൽ നിന്നും മറ്റൊരു മുക്തിയിലേക്ക് പോകുന്ന യാത്രയിലേക്കുള്ള എന്റെയും പറഞ്ഞോളൂ. ആമാശയത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കറിയാം ഇന്നിന്റെ സമൂഹത്തിൽ ഓരോ വ്യക്തിയും പ്രവർത്തിക്കുന്നത്, ജോലി ചെയ്യുന്നത് തന്റെ ആമാശയം അധിനിവേശത്തിന്റെ പ്രലോഭ ശക്തികൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ആഗോളവൽക്കരണത്തിന്റെ താഴിട്ട് പൂട്ടിയപ്പോൾ പെറ്റി പൂഷകൾക്ക് തലച്ചോറ് പണയം വെക്കാതെ പഴമയുടെ പ്രൗഢിയും പാരമ്പര്യത്തിന്റെ കരുത്തും അവകാശപ്പെടുന്ന ഒരു യുവതലമുറ സൃഷ്ടിക്കപ്പെടണം. അതിന്റെ കരുത്തിൽ നിന്ന് ഇന്നലെയുടെ രക്തത്തിന്റെ കറ മാറാത്ത ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇയാൾക്ക് 100 നാവാണുള്ളത്. വ്യതിചലിക്കുന്നതാണ്.
സർ, പറയട്ടെ പറയട്ടെ വിഷയത്തിലേക്ക് വരാം, സർ. വിഷയത്തിലേക്ക് വരികയാണ്. വിഷയത്തിലേക്ക് വരാം, സർ. ബാക്കി എത്രയുണ്ട്? ബാക്കി എത്രയുണ്ട്? ആകെ രണ്ടായിട്ട് പറഞ്ഞോളൂ. 100 നാവാണ് ഈ സുഹൃത്ത് കാണിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് പക്കാ രാഷ്ട്രീയവൽക്കരിക്കുക എന്നതല്ല എന്റെ ഉദ്ദേശം. Correct ആണ്, correct ആണ്. രാഷ്ട്രീയവൽക്കരിക്കുക എന്നതൊരു പറഞ്ഞോളൂ, വാക്കാണ്. പറഞ്ഞോളൂ. സാർ നെഗറ്റീവ് നെഗറ്റീവ് സർ രാഷ്ട്രീയം ആവർത്തിച്ചില്ലേ രാഷ്ട്രീയവൽക്കരിക്കുക എന്നാണ് പറഞ്ഞത്. വയലന്റ് ആവാതെ എന്റെ പൊന്നോന് തല്ലി കൊല്ലൂല്ലോ. ചിലപ്പോ ഞങ്ങൾ അങ്ങനെയൊക്കെയാ, ഞങ്ങൾ മലപ്പുറത്തുകാർ അങ്ങനെയൊക്കെയാ. നേരത്തെ പറഞ്ഞ പോലെ ഈ സംഭവം എന്ന് പറഞ്ഞത് ഒരു വികാരമാണ്. ആ വികാരത്തെ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇത്തരുണത്തിൽ ഞാൻ കടന്നു ചെല്ലുന്നത് കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ചരിത്ര ലിപികളിലേക്കാണ്. EMSന്റെ നേതൃത്വത്തിൽ 1957 കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ ഭരണത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇത്തരണത്തിലുള്ള സമൂഹ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഭഗവത്ഗീതയിൽ ഒരു ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട്, വൈശ്വാനൻ, കുടലിന്റെ ദൈവമാണത്. പറഞ്ഞോളൂ. അപ്പോൾ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ കടന്നു വരും മുമ്പ് അച്ഛന്റെ ഭാര്യ അമ്മയുടെ ഭർത്താവിനോട് സൂചിപ്പിച്ചു നമ്മുടെ മകൻ സൂചിപ്പിച്ചു. പറഞ്ഞോളൂ വേഗം, നിങ്ങൾ സ്പീഡ് പോകുന്നു. വേഗം കാലമായ ഈ പുഴുവിന്റെ വേഷം മാറി ശക്തി ചിറകേഴ് ശലഭമായി മാറി സ്വന്തം ജീവചക്രത്തിൽ സ്വന്തം എവിടെ ഞാൻ ജീവിച്ചത് ആവർത്തിച്ചു ചേട്ടാ. ഇതുപോലെയാണ് ഈ സ്വന്തം ജീവിത ചിത്രം എന്ന് നീ പറയുന്നത്. ഇത്തരണത്തിൽ സാംസ്കാരിക മൂല്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് തുടരട്ടെ. താങ്കൾ വ്യക്തമായി കേട്ടത് വെറുതെ അടിച്ചു കൊടുത്തോ? പറഞ്ഞോളൂ. കാലമായാൽ ഈ പുഴുവിന്റെ വേഷം മാറി ശക്തി ചിലകേഴ് ശബ്ദമായി പലർന്നു മാറി സ്വന്തം ജീവചക്രത്തിൽ ഉദയചന്ദ്രിക ദർശനം നേടും. ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തി അനുഭവിക്കുന്ന ഓരോ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തി ഇവിടെയാണ് പറഞ്ഞു. കത്തിയത് വരട്ടെ, പറയട്ടെ പറയട്ടെ. ബിഷപ്പിനെ ഞാൻ അറിയും. അമ്മയുടെ ആമാശയത്തിലെ ദുഃഖ സഞ്ജീവനിയായിരുന്നു അത്. എല്ലാ കാലത്തും ഭഗവത്ഗീത പറഞ്ഞതുപോലെ കുടലിന്റെ ദൈവം ബിഷപ്പിനെ കുറിച്ചുള്ള പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇത്തരണത്തിൽ തൃശ്ശൂരിലേക്ക് നാം തിരിച്ചു ചെല്ലുകയാണ്. ആമാശയത്തിന്റെ കാര്യത്തിലൂടെ നാം കടന്നു ചെല്ലുമ്പോൾ ഒട്ടിയ വയറുകൾ കൊട്ടിപ്പാടുന്ന ആമാശയത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ വീണ്ടും കടന്നു ചെന്നു സാർ. പറഞ്ഞോളൂ. ഞാനും എന്റെ പ്രിയ സുഹൃത്ത് ഡിക്കിരിഡിംബോ സാരിബോ ഹാരിബോ ബുഷ്കിനോ കറിപ്പറി പീനാക്കോ പീച്ചാക്കോയും ആലപ്പുഴ കടൽ തീരത്തൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ആമാശയമാണ് വലുത്, ആശയമല്ല എന്ന് അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു തന്നത്. പിന്നീട് വിത്തിരിട്ട് വെച്ചിരുന്ന വെട്ടുചേമ്പ് കട്ടെടുത്ത് തീയിലിട്ട് ചുട്ടു തിന്നുകയായിരുന്നു ആ പാവം. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, ആശയത്തെക്കാൾ വലുതല്ല ആ വിഷയം. ശ്രീകണ്ഠൻ നായരുടെ ഫ്ലവേഴ്സ് ചാനലിലെ ഒരു ഷോ നമ്മൾ പിന്നെ എന്താണ് 1947 സ്വതന്ത്രമാകുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് സർ. ആയിരക്കണക്കിന് പട്ടിണി പാവങ്ങൾ നിലനിന്നിരുന്ന ഈ ചാനലല്ല സാർ. പിന്നെ ഇപ്പൊ ഒരു സാറ് പറഞ്ഞു നിർത്തി. ചാനലല്ല സാർ പറഞ്ഞ ശേഷം ഇപ്പൊ ഒരു സാറ് പറഞ്ഞു നിർത്തി. പറഞ്ഞിട്ട് പറഞ്ഞു. താങ്കൾക്ക് തുടരാം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുന്ന അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വാതന്ത്ര്യമായ സമയം മുതൽ സമയത്ത് സമയം ആവർത്തിച്ചു. ആമാശയത്തിൽ അമ്ലജലം മാത്രം ബാക്കിയുള്ള ഒരു സമൂഹത്തിൽ നിന്നാണ് നക്സൽ ബാരി പ്രസ്ഥാനം പൊട്ടിപ്പുറപ്പെട്ടത്. ഉത്തരേന്ത്യയിൽ ജീവിതത്തിന്റെ സങ്കട സമസ്യകളോട് പോരാടാൻ ഒരു ജനതയ്ക്ക് കഴിയാതെ പോയപ്പോഴാണ് അവിടെ സാമൂഹികമായ നവോത്ഥാനത്തിന്റെ ശക്തി പ്രഭാവം പോലെ ഒരാശയം, ഒരു ജീവിതം, ഒരു സ്വപ്നം, ഒരാശയത്തെ കുറിച്ച് പറഞ്ഞു വരുന്ന കൊല്ലത്തെ പ്രിയ സുഹൃത്തെ, ഞാൻ ആവർത്തിച്ചു കൊള്ളട്ടെ, ആമാശയം, ആശയം എന്നീ വസ്തുതകളെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും കടന്നു ചെല്ലുകയാണ്. കാസർഗോഡിന്റെയും തിരുവനന്തപുരത്തിന്റെയും എല്ലാം ചരിത്ര ലിപികളിൽ ഉറങ്ങുന്ന ഒരു ആശയ സമ്പുഷ്ടമായ ഒരു കാലഘട്ടത്തിലേക്ക് അച്ഛന്റെ ഭാര്യ അമ്മയുടെ ഭർത്താവിനോട് നമ്മുടെ സുഹൃത്ത് എപ്പോഴാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത് ശ്രീകണ്ഠൻ നായർ ഓടൊപ്പം ഇങ്ങനെ ചിലവഴിക്കുന്ന സമയത്ത് ഇന്ന് ഈ രാജ്യത്ത് ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, ആശയ ദാരിദ്ര്യത്തിന്റെ ഈ കാലഘട്ടത്തിലൂടെ ആമാശയമാണ് വലുത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നാടുനീളെ തെണ്ടി നടന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യയാണെന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആർഷഭാരത സംസ്കാരത്തിൽ ആഹാരത്തെ പറ്റി ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് പോലും ഒരു സർക്കാർ തീരുമാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ ആമാശയം പ്രതിസന്ധിയിലാണ്. എനിക്ക് ഇവിടെ ഈ വിഷയത്തിലേക്കാണ് ഇന്ത്യയിലെ 100 കോടി ജനങ്ങൾ വിശന്നു കിടക്കുമ്പോൾ എന്റെ ആമാശയം നിറയില്ല എന്ന് പറഞ്ഞൊരാൾ ഗാന്ധി എന്നായിരുന്നു പേര്. ആ മനുഷ്യന്റെ ഓർമ്മ ചിരാതുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് ആശയങ്ങൾ നഷ്ടപ്പെടുകയും
ഇല്ല ഞാൻ. ആശയങ്ങൾ പറഞ്ഞതേ ഇല്ല ഞാൻ. പറയൂ 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 ഇത്തരണത്തിൽ അവന്റെ പണം പോയി സാർ. ഇത്തരണത്തിൽ ആശയ ദാരിദ്ര്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാറേ, എന്റെ ഞാൻ പ്രിയ ആശയമുള്ള വാക്കുകൾ ഉപയോഗിച്ചു. ആവർത്തിച്ചിട്ടില്ല. എന്താ ഈ കാലഘട്ടത്തിൽ എന്റെ ആമാശയ പ്രതിസന്ധിയിലാണ്. കാരണം ഞാൻ വരുന്നത് മലപ്പുറം വണ്ടിയൊന്ന് ചവിട്ടി നിർത്തണം. വണ്ടിയൊന്ന് ചവിട്ടി നിർത്തണം. ബ്രേക്ക്. വണ്ടിയൊന്ന് ചവിട്ടി നിർത്തണം. ഇവിടെ ഒന്നും അറിഞ്ഞത് പോലുമില്ല. ഓക്കെ, താങ്കൾ തുടരും. രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയുടെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ആശയങ്ങൾ ഇല്ലാതാവുകയും ആമാശയം വലുതാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നത് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്നുള്ളത് രണ്ട് ഓക്കേ, ഓക്കേ, ഈ കാലഘട്ടത്തെ നാം സ്മരിക്കുക. ഈ പറഞ്ഞ തരത്തിൽ ആശയ ലഭ്യതകളുടെ ഈ കാലഘട്ടത്തിൽ നാം ഇല്ല സാറേ, ഇല്ല സാറേ. ഇല്ല 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 ഔട്ടായി ഔട്ടായോ ഔട്ടായി ഔട്ടായി ഔട്ടായി. ഓക്കെ, പറയൂ. ആശയത്തെ സ്മരിക്കുന്നത് കാലഘട്ടത്തിന്റെ ചരിത്ര ലിപികളിൽ എഴുതിയ വിശ്വവിഖ്യാതമായ ലിപികളിലൂടെയാണ്. അവിടെയാണോ? ഓക്കെ ഓക്കെ, ഇവിടെ വിശന്നുകൊണ്ട് ആശയങ്ങൾക്ക് വേണ്ടി പോരാടിയ ആർഷഭാരത സംസ്കാരത്തിന്റെ നന്മകളുടെ ചൈതന്യമായിരുന്നു അമൃതാനന്ദമയി എന്നാരും പറയില്ല. അവർക്ക് ബദലായി ഉണ്ടായിരുന്നല്ലോ. സർ, എന്റെ ആമാശയ പ്രതിസന്ധിയിലാണ്. കാരണം ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. എനിക്ക് അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആവശ്യമില്ല സർ. എനിക്ക് നിന്നാണ് 2 പ്രാവശ്യം പറഞ്ഞു. പറഞ്ഞു, അത് പറഞ്ഞു, അത് പറഞ്ഞു. പറയൂ പറയൂ. ഞാൻ പറഞ്ഞു വന്നത് മദർ തെരേസയെ കുറിച്ചാണ്. കുഷ്ഠരോഗികൾക്കൊപ്പം വിശപ്പ് പങ്കിടുകയും ആശയങ്ങളുടെ സ്വർഗതുല്യമായ ആകാശങ്ങളിലേക്ക് ഇന്ത്യയെ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്ത സ്ത്രീ. അവരൊരിക്കലും ആശയങ്ങളുടെ ദാരിദ്ര്യം അല്ലല്ല, ഇത്തരണത്തിൽ നാം വീണ്ടും കടന്നു ചെല്ലുകയാണ്. സാമൂഹിക പ്രസക്തിയുള്ള പഴമയുടെ പ്രൗഢിയും പാരമ്പര്യത്തിന്റെ കരുത്തുമെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിലേക്ക്. പോയതും കളഞ്ഞതുമെല്ലാം ഈ കാലഘട്ടത്തിൽ ആമാശയത്തിന്റെ പ്രതിസന്ധിയാണ്. മലപ്പുറത്ത് നിന്ന് വരുന്ന എന്റെ വയറ്റിൽ ഏറ്റവും കൂടുതൽ കിടക്കേണ്ടത് പോത്തിറച്ചിയാണ് സർ. ഇതിനെ സാർ 2 പ്രാവശ്യം പറഞ്ഞു. സാറിനെ വിളിക്കരുത് 2 തവണ. ഒരു തവണ വിളിച്ചാൽ മതി. പറയൂ പറയൂ. വിശക്കുമ്പോഴാണ് എനിക്ക് അവളെ ഓർമ്മ വരുന്നത്. വിശപ്പ് അവളിലേക്ക് ബിഷപ്പിന്റെ കാര്യം എന്റെ പൊന്നു സുഹൃത്ത് പറയുമ്പോൾ തിരുവനന്തപുരംകാരനും മലപ്പുറംകാരനും പറയൂ പറയൂ. വിശപ്പ്, ആശയം, ആമാശയം എന്നീ വിഷയങ്ങളെ കുറിച്ച് അതികൂലങ്കക്ഷമായി മലകളും പുഴകളും കടലുകളും സംഗമിക്കുന്ന കേരളത്തിന്റെ ഈ നാടിന്റെ അഭിമാനമായ പുത്തൻ വസന്തം കൊണ്ടുവന്ന ഫ്ലവേഴ്സിന്റെ ഈ പരിപാടിയിൽ ബഹുമാനായ ശ്രീകണ്ഠൻ നായർ എന്ന അദ്ദേഹത്തോടൊപ്പം ഞാൻ വേദിയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളോട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് അച്ഛന്റെ ഭാര്യ അമ്മയുടെ ഭർത്താവിനോട് പറഞ്ഞ ഒരു കാര്യമാണ്. എന്റെ കാതുകൾക്ക് വളരെ വലിയ തന്റെ കാതുകൾ കലോത്സവം ഉണ്ടെങ്കിൽ ഈ ഉരുക്കി ഒഴിക്കണം. ആവർത്തന വിരുദ്ധത, ആവർത്തന വിരുദ്ധത. ഒരു സെക്കൻഡ്. ആ നാരിത്യത്തിന് സഹിക്കാനാവുന്നില്ല. അച്ഛന്റെ ഭാര്യയും അമ്മയുടെ ഭർത്താവും കൊണ്ട് കുറച്ചു നേരമായി. താങ്കൾക്ക് തുടരാം. ദസ്തേവ്സ്കിയെ സഹിച്ചില്ലേ? താങ്കൾക്ക് തുടരാം എന്ന് പറഞ്ഞതിന് ഇദ്ദേഹത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് തുടരട്ടെ. പറഞ്ഞോളൂ. വിശന്നു വലഞ്ഞ കാലങ്ങളിലെല്ലാം ആശയങ്ങൾ നിറച്ചുണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്റെ സ്വപ്നങ്ങളിലെല്ലാം നിറച്ചാർത്തുള്ള ഒരു സ്വപ്നത്തെ കുറിച്ചുള്ള നവോദാത്മിക നിങ്ങളാണോ പറഞ്ഞേ? ഉറക്കം കെടുത്തുന്നതല്ല, ഉറക്കത്തിൽ കാണുന്നതാണ്. ഉറക്കം ആവർത്തിച്ച് ഇത്തരണത്തിൽ നാം കടന്നു ചെല്ലേണ്ടത് പഴമയുടെ പ്രൗഢിയിലേക്കാണ്. ഒരു കാലഘട്ടത്തെ പഴമയുടെ പ്രൗഢിയും തന്നെയല്ലേ മോളെ ഞാൻ പറഞ്ഞത്. മലപ്പുറത്ത് അങ്ങനെയാണ് സാറേ. അത് കാരണം കൊണ്ടാ മലയാള ഭാഷ മലപ്പുറത്ത് മാത്രം മാറ്റിയിട്ടില്ലല്ലോ. മലപ്പുറത്തെ കുറിച്ച് പറയാൻ ഇവർക്ക് മലയാള ഭാഷയുടെ കാര്യത്തിൽ ഒരു അവകാശവുമില്ല. കാരണം മലയാള ഭാഷയുടെ മലയാള ഭാഷ ആവർത്തിച്ചു. മലയാള ഭാഷയെ തൃശ്ശൂരിലേക്ക് ഞാൻ കടന്നു ചെല്ലുക. പുണ്യകാളൻ അഗർബക്തീസ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. സിനിമ അഗർബത്തി ചലച്ചിത്രത്തെ കുറിച്ച് പറഞ്ഞു വന്ന പ്രിയ സുഹൃത്തെ, തൃശൂർ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ പരിപാടിയിൽ നിന്നുകൊണ്ട് ബഹുമാനനായ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് ആവശ്യപ്പെടുന്ന കാര്യത്തെ കുറിച്ച് മൊഴിയേണ്ടി വരുമ്പോൾ എനിക്ക് മമ മനസ്സിൽ ഉത്കണ്ഠ ഉണ്ടായി വരുന്ന ഇത്തരുണത്തിൽ എന്താണ്, എങ്ങനെ
ഇനി 30 സെക്കൻഡ് മാത്രം. കൊട്ടിക്കലാശം അവസാനിക്കാൻ 30 സെക്കൻഡ്. ഓക്കേ, 30 സെക്കൻഡ്. ആശയങ്ങൾ മരിച്ചു പോയപ്പോഴാണ് ആ ജനത ആയുധമെടുത്തത്. പാലസ്തീനിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഓർമ്മകളുടെ ഞരമ്പ് പൊട്ടിപ്പോയ മനുഷ്യരെല്ലാം ആയുധമെടുക്കാൻ വിത്തിനിട്ട് വെച്ചിരുന്ന വെട്ടുചേമ്പ് കട്ടെടുത്ത് തീയിലിട്ട് ചുട്ടു നിന്ന കെട്ടിയോളെ കുട്ടകത്തിൽ തള്ളിയിട്ടിട്ട് അദ്ദേഹം പോയത് കവിതയോ? ഇത് നാടൻ മൊഴികളാണ്. ഇത് നാടൻ ഭാഷയിലല്ലേ സംസാരിക്കണം സാർ? ആദ്യം തൊട്ട് പറഞ്ഞോട്ടെ. വിത്തിനിട്ട് വെച്ചിരുന്ന വെട്ടുചേമ്പ് കട്ടെടുത്ത് തീയിലിട്ട് ചുട്ടു നിന്ന കെട്ടിയോളെ കുട്ടകത്തിൽ തള്ളിയിട്ടിട്ട് ചട്ടുകാലം കിട്ടുപോയത് നേരെ പട്ടരുടെ ഭക്ഷണശാലയിലേക്കാണ്. അവിടെ ആശയമല്ല ആഹാരമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് വയറ് നിറയെ പൊറോട്ട വാങ്ങി കഴിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു തന്റെ ഭവനത്തിലേക്ക് മടങ്ങിയപ്പോൾ നാം എല്ലാവരും കൊട്ടിഘോഷിച്ചു, ഈ നാട്ടിൽ ആവർത്തിച്ച് 15 സെക്കൻഡ്. നാം കടന്നു ചെല്ലുകയാണ് പഴമയുടെ പ്രൗഢിയും പാരമ്പര്യത്തിന്റെ 15 സെക്കൻഡ്. 10 സെക്കൻഡ്. പച്ചത്തത്തകൾ ചത്തുകുത്തിയിരുന്നു എന്നതിന് സമാനമായ തർക്കിക്കാൻ പാടില്ല. കളകിളം ഒഴുകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം കരളിൽ മലരുത് തുതിരിമര അലക്കളും ഇലകിച്ചുരുളകം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇവിടെ ആമാശയം എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നും നമ്മൾ എല്ലാവരും വ്യതിചലിച്ചു പോകുന്നു എന്ന സത്യം. ആശയ ദാരിദ്ര്യം അനുഭവിക്കുന്ന നമ്മുടെ നാട്ടിൽ ആഹാരത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അനേകർ പട്ടിണി കിടക്കുന്നുണ്ട് എന്ന് നാം മറക്കരുത്. കേരളത്തിന്റെ സാക്ഷരത നാം ആവർത്തിച്ചു 2 തവണ. നാം ചിന്തിക്കുമ്പോൾ അനേകം പട്ടിണി കിടക്കുന്നു. താങ്കൾക്ക് തുടരാമെന്ന് പറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് ചലച്ചിത്രത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പുണ്യവാളൻ എന്ന ചലച്ചിത്രത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. എന്തുകൊണ്ടെന്നാൽ കേരളത്തിന്റെ അഭിമാനമായ മലയാളത്തിന്റെ പുണ്യമായ പുത്തൻ വസന്തം കൊണ്ടുവന്ന ഫ്ലവേഴ്സിന്റെ പരിപാടി അവിടെ എന്താണ് കുഴപ്പം? ജീവിതത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആലോചനകൾ എത്തി നിൽക്കുന്നത് ആമാശയത്തെ കുറിച്ചുള്ള ദാരിദ്ര്യ ചിന്തകളിലാണ്. ജീവിതത്തെക്കുറിച്ചുള്ള ആവാസത്തെക്കുറിച്ചുള്ള താങ്കൾക്ക് ഇനി സംസാരിച്ച് അവസാനിപ്പിക്കാം. കൃഷ്ണഗാഥയും ചെറുശ്ശേരി കണ്ട ഈറ്റില്ലവും എല്ലാം നാം മനസ്സിലാക്കുന്ന ONV-യുടെ ഇന്ദുലേഖയും ചന്തുമേനോൻ എഴുതിയ ഈ പുസ്തകവും എല്ലാം നമുക്ക് പ്രശസ്തമായി തന്നത് സമയം അവസാനിച്ചു. വളരെ വാശിയേറിയ ഒരു മത്സരമാണ് കടന്നുപോയത്. വിജയി ആരെന്നറിയാൻ നിങ്ങൾക്ക് കൗതുകം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. തൃശ്ശൂരും മലപ്പുറവും ആലപ്പുഴയും കൊല്ലവും തിരുവനന്തപുരം കാസർഗോഡും കിട്ട ഏറ്റുമുട്ടിയതാണ്. നല്ല ഒന്നാന്തരം ഒരു അംഗപ്പയറ്റാണ് കടന്നുപോയത്. എനിക്കറിയാം ഇതിൽ ഒരു മുഖ്യ വാഗ്മിയെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുന്നുള്ളൂ. അയാളായിരിക്കും ഒരുപക്ഷെ അവസാന ഘട്ടത്തിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനലിലേക്കും സെമി ഫൈനലിലേക്കും ഫൈനലിലേക്കും ഒക്കെ പോവുക. എന്നാൽ ഇതിൽ പങ്കെടുത്ത് എല്ലാവരും നല്ല ഒന്നാന്തരം നാക്കിൻ്റെ ഉടമകളാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ തന്നെ അവരും ഈ മത്സരത്തിലുണ്ടാവും മത്സരാർത്ഥികളായി തുടർന്നുള്ള ഭാഗങ്ങളിൽ. അപ്പോൾ നിങ്ങൾക്കിനി ഗുണക്കുട്ടികളാണ് ഇവരുടെ ഏറ്റവും നല്ല പ്രകടനങ്ങൾക്ക് നിങ്ങൾക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാകും. മാത്രമല്ല എനിക്ക് ഈ പരിപാടി നിൽക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ പ്രേക്ഷകരെ തുറന്നു പറയട്ടെ, എനിക്ക് വല്ലാത്തൊരു ചെറുപ്പം തോന്നുക, ഒരു ത്രസിപ്പ് ഇവരുടെ നിൽക്കുന്നു. അപ്പം ഞാൻ വിജയെ പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരും നന്നായി സംസാരിച്ചു, അവർക്കെല്ലാം എൻ്റെ ആശംസകൾ. നിങ്ങളൊക്കെ കേരളത്തിലെ ഏറ്റവും വലിയ നല്ല ഒന്നാന്തര പ്രസംഗ മുക്കാവന്മാരായില്ലെങ്കിൽ എന്നെ നിങ്ങൾ വിളിക്കണ്ട, അങ്ങനെ വിളിക്കണ്ട, നിങ്ങൾ കയറി വിളിച്ചുകളെ, എനിക്കറിയാം. ഈ വിജയ് ഇതിലെ മുഖ്യ വാഗ്മി ആരെന്ന് ഞാൻ പറയുകയാണ്. ആലപ്പുഴയിലെ ജെവിൻ കെ ജോസ്. ഈ ഒരു അനുഭവത്തെ കുറിച്ച് എന്താ തോന്നുന്നത്? ആദ്യമായിട്ടാണ് ഞാനൊരു ചാനലിൽ ക്യാമറയ്ക്ക് മുമ്പിൽ മുഖം കാണിക്കുന്നത്. അതിൽ ഇന്ന് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് കൂടുതൽ ഹൃദയങ്ങൾ കീഴടക്കിയ ഫ്ലവേഴ്സ് ചാനലിലൂടെ തുടക്കം കുറിക്കാൻ സാധിച്ചു എന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, വികാരപരിതനായി എന്നെ ആശ്ലേഷിക്കണം തോന്നുന്നു. തീർച്ചയായിട്ടും എന്നെ പ്രസംഗം ആദ്യമായിട്ട് പഠിപ്പിച്ചത് എൻ്റെ പപ്പയാണ് കുഞ്ഞുനാൾ. പിന്നെ സാർ എനിക്ക് അവസരങ്ങൾ വാങ്ങിച്ചു തന്ന എൻ്റെ കഴിവിനെ വളർത്തിയെടുത്തത് ഞാൻ ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന
ഷാജി അച്ഛനാണ്. ഷാജി അച്ഛൻ. അദ്ദേഹം പ്രശസ്തനായ ഒരു പിന്നെ ഈ പ്രസംഗത്തിന്റെ ഒരു തത്രപ്പാടിനിടയിൽ ഏതോ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു. അവർക്ക് നന്ദിയൊന്നുമില്ലേ? ഏത് പെൺകുട്ടിയാണ്? ഏതൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നു? പെൺകുട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയുന്നില്ല. ബുക്കിംഗ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ. എന്റെ നന്ദി. ആ. പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നന്ദി. അല്ല മാതാവ് മാത്രമല്ല ഈ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ലോകം മുഴുവൻ ഇങ്ങനെ കണ്ടിരിക്കുകയാണ് ഈ പരിപാടി. ഈ പ്രസംഗ പുങ്കവനെ വിവാഹം കഴിക്കാൻ തയ്യാറായി വല്ല പെൺകുട്ടികളും വരികയാണെങ്കിൽ അവർ ജാഗ്രതയായിട്ടിരുന്നു. ഇത് അത്ര നല്ല കക്ഷിയൊന്നുമില്ല. പ്രസംഗത്തിന്റെ ആവേശ തിരതള്ളലുമായി ഇനി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. HD ദൃശ്യ മികവോടെ. ഗുഡ് ബൈ.